ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന അതിഥി SK ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനം നടത്തുന്ന KD ഉദയൻ സാറാണ്. SK ഇലക്ട്രിക്കൽസിന്റെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. SK ഇലക്ട്രിക്കൽസ് ഇവിടെ ഹൈദരാബാദിൽ A ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. 15 വർഷമായിട്ട് ഇലക്ട്രിക്കൽ സർവീസ് HT ഇൻസ്റ്റലേഷൻ സർവീസസ് ഇവിടെ നടത്തുന്നുണ്ട്. നമ്മളുടെ സ്കോപ്പിൽ വരുന്ന പറഞ്ഞാൽ മെയിൻ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് സപ്ലൈ, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്. ഒരു പുതിയ പ്രോജക്റ്റ് വന്നാൽ അതിന്റെ ഇലക്ട്രിക്കൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുക, ഇൻസ്റ്റലേഷൻ ചെയ്യുക, അതിന്റെ ടെസ്റ്റിംഗ് കമ്മീഷൻ ചെയ്തിട്ട് പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ സർവീസ് തിയറി. അപ്പൊ നമ്മുടെ ഈ SK ഇലക്ട്രിക്കൽസിൽ നമുക്ക് എത്ര തൊഴിലാളികളുണ്ട്? ഇപ്പോ ശരിക്കും സ്റ്റാഫ്, നമ്മുടെ ഡയറക്ട് സ്റ്റാഫ്, എഞ്ചിനീയേഴ്സ്, ഓഫീസ് സ്റ്റാഫ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഏകദേശം 40ഓളം പേരുണ്ട്. അതുപോലെ തന്നെ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. സോ മെനി സബ് കോൺട്രാക്ടേഴ്സ്. നമ്മൾ മേജർ പ്രോജക്റ്റുകളൊക്കെ നമ്മുടെ കുറച്ച് എഞ്ചിനീയേഴ്സിനെയും കുറച്ച് ഡയറക്ട് ടെക്നീഷ്യൻസിനെയും വെച്ചിട്ട് ബാക്കി ജോബുകൾ എല്ലാം സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ മറ്റുള്ളവരെ കൂടെ ഏൽപ്പിക്കുന്നു. നമ്മൾ ഈ ലേബർ വർക്കുകൾ, നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നു, ലേബർ പാർട്ട് സബ് കോൺട്രാക്ട് വെച്ച് ചെയ്യിപ്പിക്കുന്നു. 5 വർഷമായി തുടങ്ങിയെന്ന് പറയുന്നു. തുടക്കം മുതലുള്ള ക്ലയന്റുകൾ ഇപ്പോഴും ഉണ്ടോ? തുടക്കം മുതലുള്ള ക്ലയന്റുകളുണ്ട്. അരബിന്ദോ തുടക്കം മുതലുള്ളതാണ്. അതുപോലെ തന്നെ റഹേജ തുടക്കം മുതലുള്ള കോൺട്രാക്ടേഴ്സ് ആണ്. അപ്പോളോ ഓൺലി റീസെന്റ് ലാസ്റ്റ് 2 years. ബട്ട് അവര് നമ്മളെ അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവരുടെ ഓൺ ഗോയിങ് പല പ്രോജക്റ്റുകളും മറ്റു കോൺട്രാക്ടേഴ്സിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വർക്ക് ഔട്ട് സ്റ്റാൻഡേർഡിലൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസ് നമ്മൾ ചെയ്യാറില്ല. ക്വാളിറ്റിയിൽ നമ്മൾ തൊഴിലാളികള് 40, ഏകദേശം സ്റ്റാഫുകളായിട്ട് 40 പേര്, എഞ്ചിനീയേഴ്സ്, ഓഫീസ് സ്റ്റാഫ്സ്, അങ്ങനെ മറ്റു കൂടുതൽ മലയാളികളാണോ അതോ ഹൈദരാബാദിലാണോ? മലയാളികൾ കുറച്ച് പേരെ, ഇവിടെ ഉള്ളവരുണ്ട്, ഹിന്ദിക്കാരുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടി കോസ്റ്റ് കുറവായിരിക്കും. അതെ, നാട്ടിലാണെങ്കിൽ നമുക്ക് അവർക്ക് താമസിക്കാൻ റൂം കൊടുക്കണം. നാട്ടിലുള്ള മലയാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കുറെ കൂടെ ഡെഡിക്കേറ്റഡ് ആണ്. ക്വാളിറ്റി, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ തന്നെ അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഉള്ള ഗുണങ്ങൾ എന്തായാലും മലയാളികൾക്കും. അപ്പൊ എന്തായാലും SK ഇലക്ട്രിക്കൽസിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഏകദേശമൊക്കെ പങ്കുവച്ചു. ഇനി നമുക്ക് നാട്ടിലേക്ക് പോവാം. വീട്ടിലെ വിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. നാട് പറഞ്ഞോളൂ. നാട് എവിടെയാണ്? നാട് ആലപ്പുഴയിൽ പുന്നപ്ര. ഏറ്റവും എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ്. വീട്ടുപേരെന്താണ്? വീട്ടുപേര് കുട്ടനാഥൻ പറമ്പ് എന്നാണ്. കുട്ടനാഥൻ പറമ്പ്. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് ദാമോദരൻ. അമ്മയുടെ പേര്? അമ്മ ഭാർഗവി. രണ്ടുപേരും മരിച്ചുപോയി. ഇന്ന് അവരില്ല എന്നുള്ളൊരു ദുഃഖമാണ്. അപ്പൊ എന്തായാലും അവര് സ്വർഗത്തിരുന്നുകൊണ്ട് മകന്റെ ഈ ഉയർച്ച, SK ഇലക്ട്രിക്കൽസിന്റെ ഉയർച്ച സന്തോഷത്തോടെ എടുത്ത് കാണുന്നുണ്ട്. ഞാൻ സഹോദരങ്ങള് എനിക്ക് 2 ചേട്ടനും 1 അനിയനും ഉണ്ട്. 2 സഹോദരിമാരുണ്ട്. മൂത്തയാളിന്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. രണ്ടാമത്തെ ആള് സഹോദരി രാധ. മൂന്നാമത് ഒരു ജ്യേഷ്ഠനാണ് ധർമ്മസുധൻ. അതിന്റെ ഇളയത് തങ്ക. എന്റെ നേരെ മൂത്തത്. എല്ലാവരും നാട്ടിൽ സെറ്റിൽ ചെയ്ത് ഒരു കുഴപ്പമില്ല. അനുജൻ അശോകൻ ഇപ്പോ പുന്നപ്ര ലോക്കൽ സെക്രട്ടറി ആണ്. പുന്നപ്ര എന്ന് എവിടെ ചെന്ന് പറഞ്ഞാലും മലയാളികൾ എവിടെ ഉണ്ട് അവിടെ ചെന്ന് പുന്നപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അത് എവിടെയാണെന്ന് ചോദിക്കില്ലായിരുന്നു. ചരിത്രത്തിൽ കിടക്കുന്ന ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ എപ്പോഴും നമുക്കൊരു ആത്മഹർഷം ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വല്ല അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വെടിവെപ്പും കാര്യങ്ങളും തീർച്ചയായിട്ടും ഇപ്പോഴും അവിടെ ആ വെടിവെപ്പിന്റെ സ്മാരകങ്ങളുണ്ട്. സാറിന്റെ അച്ഛന്റെ ഒക്കെ കാലത്താണ് അല്ലെ? അച്ഛനൊക്കെ ഇതിന്റെ പോയിട്ടുണ്ട്, ഫൈറ്റിംഗിൽ പോയിട്ടുണ്ട്. പിന്നെ സമരത്തോടൊപ്പം ചേർന്നിട്ടുള്ള അന്നൊരു ആവേശമാണ്. നമ്മളുടെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ജീവൻ കളഞ്ഞാലും ആവേശമാണ്. തോക്കിന് മുമ്പിൽ വാരിക്കുന്തമാണ് നമ്മുടെ ആയുധം. അതുകൊണ്ടാണ് ഫൈറ്റ് ചെയ്തത്. എന്റെ മൂത്ത അമ്മാവന്മാര് ഇതിന് വേണ്ടി ഇറങ്ങി ഒരുപാട് മർദ്ദനങ്ങളൊക്കെ. വയലാറ്, പുന്നപ്ര ഞങ്ങളുടെ അടുത്താണ്. നമ്മുടെ അടുത്ത് തന്നെ വയലാറ്, ചന്ദ്രഭാഗത്ത് വയലാറും പുന്നപ്രയുമാണ് അതിൽ രക്തസാക്ഷികൾ കൂടുതൽ സൃഷ്ടിച്ചത്. അപ്പൊ അവർക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ പഠിച്ച സ്കൂളുകൾ അറവങ്ങാട്
ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഹൈസ്കൂളിൽ തന്നെ 1 മുതൽ 10 വരെയുള്ളത് അല്ല, അവിടെ 7 മുതൽ മറവുകാട് ഹൈസ്കൂള്, ആദ്യം JBS 1 മുതൽ 4 വരെ ജൂനിയർ ബേസിക് സ്കൂൾ പുന്നപ്ര, അതിനുശേഷം UP സ്കൂള് പഠിച്ചു. പഠിച്ച ആളുകളെയൊക്കെ ഓർക്കുന്നുണ്ട്, എല്ലാവരെയും ഓർക്കുന്നുണ്ട്. എല്ലാവരുമായിട്ടും സൗഹൃദമാണ് നമ്മുടെ ജീവിതത്തിലെ സൗഹൃദം. എന്നും സൗഹൃദം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അവിടെ ഭിന്നപ്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ്. അല്ലെ നമ്മൾ വലിയ ടൗണിലെ പോലത്തെ പരിഷ്കാരങ്ങളോ ഒന്നുമില്ല. ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഓർത്തിരിക്കുന്ന ആളുകളാണ്. അറവാട് കഴിഞ്ഞിട്ട് SD കോളേജിൽ പോയി. അതിനുശേഷം ഞാൻ വരുന്നത് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിന്റെ ഭാഗമായ കാർമൽ പോളിടെക്നിക്കിൽ ഡിപ്ലോമയ്ക്ക് ചേരുന്നതാണ്. പഠിത്തത്തിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിത്തത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ വളരെ ഉഴപ്പായിരുന്നു. രാഷ്ട്രീയത്തിലൊക്കെ വളരെ അപ്പൊ എങ്കിലും 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ചില മാറ്റങ്ങൾ വന്നു. നല്ല രീതിയിൽ എന്തായാലും മാർക്ക് വാങ്ങി കിട്ടി. അതുവരെ 10ാം ക്ലാസ് വരെ നല്ല വകുപ്പ്. അതിനുശേഷം കോളേജിൽ പോയി, ഡിഗ്രിക്ക് പോയെങ്കിലും അത് കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഡിപ്ലോമയ്ക്ക് ഞാൻ വരുന്നു. കാർമൽ പോളിടെക്നിക്കിൽ, അത് കാർമൽ ഈ അറവാട് സ്കൂളിന്റെ നേരെ ഡിപ്ലോമ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ ചെറിയ ജോലിക്ക് കയറിയെങ്കിലും പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. വന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ജോലി എന്തായിരുന്നു? ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാല് നമ്മുടെ വീടിന്റെ വാതിക്കെ തന്നെ ഒരു മിൽക്ക് പൗഡർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ ഈ സ്വന്തമായിട്ടോ? അല്ല, KCMMF മിൽക്ക് മാർക്കറ്റിംഗ് മിൽമയുടെ പൗഡർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ അതിന്റെ പ്രോജക്റ്റ് എടുത്ത അവരുടെ കൂടെ ഒരു സൈറ്റ് സൂപ്പർവൈസറായിട്ടാണ്. അതായത് ഡിപ്ലോമ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ജോലി ചെയ്തത് സൈറ്റ് സൂപ്പർവൈസർ. എന്തായിരുന്നു നമുക്ക് കിട്ടിയ ശമ്പളം? അന്ന് ആദ്യം കിട്ടിയത് 1000 രൂപ. അപ്പൊ അതിനുശേഷം ഈ ഹൈദരാബാദിലേക്ക് വരാൻ സാഹചര്യം എന്താണ്? മിൽമയിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ബോംബെയിലേക്ക് ജോലി കിട്ടി വരികയാണ്. ബോംബെ പോയല്ലേ? ബോംബെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് കേരള നമ്മുടെ കായംകുളത്ത് താപനിലയത്തിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കമ്പനിക്ക് അവിടെ ജോബ് കിട്ടിയപ്പോ അതിന്റെ ഇൻചാർജ് ആയിട്ട് വിട്ടത് തന്നെയാണ്. അങ്ങോട്ട് വന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് കുറച്ചൊരു അത് കംപ്ലീറ്റ് ആകുന്നവരെ കുറച്ച് ടൈം സ്പെയർ ചെയ്യാൻ പറ്റി. അപ്പൊ ഞാനത് ആ സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വീട്ടൊക്കെ കൂടെ എടുത്തു. പിന്നീട് ആ വർക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ വേറൊരു കമ്പനിയിലേക്ക് നമ്മൾ വിളി വന്നു. അത് ബാംഗ്ലൂരിലേക്കാണ് വിളിച്ചത്. ബാംഗ്ലൂർ, അത് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ എന്ന് പറയുന്നത്, അത് ഈ ടാറ്റ ഗ്രൂപ്പാണ്. അങ്ങനെ അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞു. ബാംഗ്ലൂർ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിവിടെ ഹൈദരാബാദില് വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്, അതിന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഹൈദരാബാദിലേക്ക് വരുന്നത്. ശരിക്കും ഞാൻ ഹൈദരാബാദിന് വേണ്ടിയിട്ടല്ല അന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, ബാംഗ്ലൂരിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു ആളുടെ കീഴിൽ ഒരു കമ്പനിയിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിനുള്ള ഫ്രീഡം കിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്കിപ്പോ ഒരുപാട് കമ്പനികൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ക്ലയന്റുകൾ ഒരുപാട് പരിചയമുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് വർക്ക് കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് വിട്ടിട്ട് നല്ലൊരു ജോലിയാണ്, നല്ല സാലറി, കൃത്യമായിട്ട് 1-ാം തീയതി സാലറി വരും. 1-ാം തീയതി എവിടെയാണെന്നുണ്ടെങ്കിൽ 31-ാം തീയതി നമുക്ക് പേയ്മെന്റ് ക്രെഡിറ്റ് ആകും. നല്ലൊരു റിസ്ക് ആണ് എടുത്തത്. റിസ്ക് എടുക്കാം. റിസ്ക് എടുത്താൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. ശരിക്കും SK ഇലക്ട്രിക്കൽസ് തുടങ്ങുന്നത് നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് രാജു എന്ന് പറയുന്ന കക്ഷിയാണ്. അദ്ദേഹമാണ് ഇത് അദ്ദേഹം മലയാളിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് തുടങ്ങിയത്. അദ്ദേഹമായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തത്. അദ്ദേഹം നാട്ടിലൂടെയാണോ? അദ്ദേഹം നാട്ടില് കായംകുളത്താണ്, ഓച്ചിറ. അപ്പൊ SK ഇലക്ട്രിക്കൽസ് തുടങ്ങിയതിനു ശേഷമായിരുന്നു വിവാഹം? അല്ലല്ല, വിവാഹം 99 കഴിഞ്ഞു. അപ്പൊ മറ്റേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ വിവാഹം നടന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ അമ്പലപ്പുഴ തൊട്ടടുത്ത് തന്നെയാണ്. ഭാര്യയുടെ പേര് ശ്രീകല. ഇപ്പൊ 2 മക്കളുണ്ട്. പുന്നപ്പുറയും അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഏകദേശം 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നിന്നെ കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കിട്ടിയതാണോ അതോ ആലോചന വഴി വേണ്ടിയിട്ട്? ഇളയ സഹോദരിയുടെ വീടിനടുത്താണ് ഇവരുടെയും വീട്. അപ്പൊ അവള് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു,
അപ്പം ഞാനും വിചാരിച്ചു ശരി ആയിക്കോട്ടെ. പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമായിരുന്നു, ആയിക്കോട്ടെ. എനിക്കും അപ്പൊ ഹാപ്പിയായി സന്തോഷത്തോടുകൂടി മക്കൾ എത്ര പേരുണ്ട്? രണ്ടുപേരുണ്ട്. മൂത്തയാൾ അനന്തു, അവനിപ്പം MSc കഴിഞ്ഞു. ഓക്കെ. MSc കഴിഞ്ഞു. ഇളയാള് അഭിരാമി, അവള് ചെറിയൊരു കലാകാരിയൊക്കെയാണ്. ഇവിടുത്തെ ഹൈദരാബാദിലെ എല്ലാ സംഘടനകളിലും നടക്കുന്ന കലാപരിപാടികളൊക്കെ ഡാൻസ്, അതുപോലെ നാടകത്തിലൊക്കെ അഭിനയിക്കും. ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഇവിടുത്തെ ലോക കേരള സഭ മെമ്പറുമായിട്ടുള്ള ശ്രീ പ്രദീപ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഷോർട്ട് ഫിലിം നടക്കുന്നു. അപ്പൊ ഏതൊക്കെ സന്നദ്ധ സംഘടനകളാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്? ഇപ്പൊ ഞാൻ തെലങ്കാന മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററിന്റെ സെക്രട്ടറിയാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ ഈ മെഡ്സൽ മൽക്കാജിഗിരി ഡിസ്ട്രിക്റ്റിലെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സംഗമം കലാ സാംസ്കാരിക കേന്ദ്രം മലയാളി സംഘടനയാണ്, അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ കൈരളി, ഇവിടുത്തെ ആദ്യത്തെ ഹൈദരാബാദിലെ ആദ്യത്തെ മലയാളി സംഘടനയാണ് കൈരളിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. പിന്നെ ഏകദേശം ഇവിടെ ഇപ്പൊ 42ഓളം മലയാളി സംഘടനകളുണ്ട്. ഈ മലയാളി സംഘടനകളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന 2 സംഘടനകളുണ്ട്. കോൺഫെഡറേഷൻ തെലുങ്ക് റീജിയൻ മലയാളി അസോസിയേഷൻ, അതുപോലെ തന്നെ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, 2 സംഘടനകളുണ്ട്. പിന്നെ ഈ CTRMയിൽ ഞാൻ കുറെ നാളായിട്ട് പ്രവർത്തിക്കുന്നത്. CTRMയിൽ ഇപ്പോ ജോയിന്റ് ട്രഷററാണ്. ഈ SK ഇലക്ട്രിക്കൽസിനെ കുറിച്ചുള്ള ഇനിയുള്ള ആഗ്രഹങ്ങൾ? SK ഇലക്ട്രിക്കൽസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറെ കൂടെ വലിയ ജോബുകൾ എടുക്കുക, വലിയ പ്രോജക്റ്റുകളാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്തായാലും നമ്മുടെ SK ഇലക്ട്രിക്കൽസ് ഇതുപോലെ തന്നെയല്ല, ഇതിനേക്കാൾ മികച്ച രീതിയിൽ ആഗ്രഹത്തോടെ തന്നെ ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ, വൻകിട കമ്പനികളുടെ ഓർഡറുകൾ കിട്ടട്ടെ എന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ ആശംസിക്കുകയാണ്. ഒത്തിരി നന്ദി സാർ. താങ്ക് യു സോ മച്ച്.